എനിക്ക് അങ്ങനെ ഒരു ജീവിതാനുഭവം ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ചിലപ്പോൾ എഴുത്തുകാരനാവും. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പുടവയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവൽ എന്ന് പറയുന്നത് എൻ്റെ ജീവിതം തന്നെയാണ്. അതിൽ ഞാൻ അനുഭവിച്ചുള്ള മാനസിക പ്രയാസങ്ങൾ, ഞങ്ങൾ പട്ടിണി കിടന്ന സമയങ്ങൾ, പട്ടിണി കിടന്ന് കരഞ്ഞിട്ടുണ്ട്, വിശന്നിട്ട് 1-2 ദിവസങ്ങളിൽ ഒരുപാട് ദിവസം. പക്ഷേ ഉമ്മയ്ക്ക് ചിലപ്പോൾ അന്ന് അവലായിരിക്കും വാങ്ങുന്നുണ്ടാവുക. എനിക്ക് ഒരു അത്ഭുതം തോന്നിയത് അന്ന് ഉമ്മയ്ക്ക് വിഷക്കൂല. ഉമ്മ എത്ര ഞങ്ങൾക്ക് ഈ അവല് ചായയും കട്ടൻ ചായക്ക് മധുരം ഉണ്ടാവില്ല, അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ, എത്ര ഞങ്ങൾക്ക് തന്നാലും ഉമ്മ കഴിക്കില്ല. ഞാൻ ചോദിക്കും ഉമ്മക്ക് വിഷപ്പില്ല, എപ്പോൾ ചോദിച്ചാലും പറയും എനിക്ക് വിഷപ്പില്ല, നിങ്ങൾ കഴിച്ചു വന്നു. 10ാം ക്ലാസ്സിൽ എൻ്റെ ജ്യേഷ്ഠൻ ഒരാളുണ്ട്, അയാളുടെ അവസ്ഥ അതിനാണ് തമാശയാണ്. അത് അയാൾ 7ാം ക്ലാസ്സിൽ വെച്ചിട്ട് സ്കൂൾ നിർത്തി. അതിൻ്റെ കാരണം യൂണിഫോം വാങ്ങാൻ പൈസ ഇല്ല എന്നുള്ള ഒറ്റ കാരണമാണ്. 7ാം ക്ലാസ് വെച്ചിട്ട് എല്ലാവരും യൂണിഫോം ഇട്ട് പോകുമ്പോൾ യൂണിഫോം വാങ്ങി തയ്പ്പിച്ച് നല്ലൊരു വസ്ത്രം ഇടാൻ പോകുന്ന അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് അവന് സ്കൂളിൽ പഠനം നിർത്തി. പിന്നെ എന്നെ അവൻ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണം എന്നുണ്ടായിരുന്നു. ഞാനൊരുവിധം 10ാം ക്ലാസ്സിലെത്തി, 10ാം ക്ലാസ് പാസ്സായി. 10ാം ക്ലാസ് പാസ്സായി തുടർന്ന് പഠിക്കാനൊക്കെ അവനോട് പറഞ്ഞു. പക്ഷേ അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. എനിക്കറിയാം അതിനുള്ള സാഹചര്യം. പിന്നെ ഉടൻ തന്നെ പോകുന്നത് നേരെ ഫുട്പാത്തിലേക്ക് റോഡ് സൈഡിൽ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പഴശ്ശീൻ്റെ കൂടെ മുസ്ലിങ്ങൾ സമരം ചെയ്തു. പറങ്കികൾക്കെതിരെ കേരളത്തിൽ തന്നെ, കോഴിക്കോട് തന്നെ യുദ്ധം ചെയ്തിട്ടുണ്ട്. സാമൂതിരിൻ്റെ കൂടെ യുദ്ധം ചെയ്തു ഒക്കെ മുസ്ലിങ്ങളാണ്. അന്നത്തെ കാലത്ത് അത് ഉണ്ടായിട്ടുണ്ട്. അതിനൊരു കഥ ഞാൻ പറയാം. പണ്ട് കാലത്ത് ഈ പറങ്കികളുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു ദ്വീപുകളിൽ. അപ്പോൾ ഇവർ വന്നിട്ട് അതുപോലെ തന്നെ ഈ കുട്ടിയമ്മദ് എന്ന് പറയുന്ന ഒരു കടൽക്കൊള്ളക്കാരുണ്ട്, ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ കുട്ടിയമ്മദിന് വേറെ രീതിയിലാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അസ്സലാമു അലൈക്കും. റേഡിയോ ഇസ്ലാമിൻ്റെ ഗസ്റ്റ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് എം മിഹ്റാജ് എന്ന യുവ എഴുത്തുകാരനാണ്, നോവലിസ്റ്റാണ്. അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. ജോലിയുടെ ഭാഗമായിട്ട് ലക്ഷദ്വീപായിട്ട് ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ നോവൽ മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. ആമീൻ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സംസാരമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മിഹ്റാജ് വളരെ തീവ്രമായ ജീവിതാനുഭവത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു നോവൽ പുടവ മാസികയിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആമീൻ എന്ന ഈ പുസ്തകം അത് ലക്ഷദ്വീപിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു കൃതിയാണ്. ഇതിനു മുമ്പ് വന്നൊരു പുസ്തകം യൂഫ്രട്ടീസിൻ്റെ കണ്ണുനീർ, അതും ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു കൃതിയാണ്. വളരെ തീക്ഷ്ണമായ ജീവിതാനുഭവത്തിലൂടെ കടന്നു വന്ന മിഹ്റാജ്, അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തുകാരനാവാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്തൊരാളാണ്. പക്ഷേ ഈ നോവൽ, ഈ പ്രസിദ്ധീകരിക്കപ്പെട്ട നോവലിന് പുറമെ വീണ്ടും വേറെ 2 നോവൽ കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ എഴുത്ത് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? നമസ്കാരം. എഴുത്ത് എന്ന് പറയുമ്പോൾ കുറച്ച് കാലം മുമ്പ് വരെ ഒരു എഴുത്തുകാരനാകണമെന്ന് ഒരിക്കലും ഒരു ചിന്ത പോലും വരാത്ത ഒരാളായിരുന്നു ഞാൻ. പിന്നീട് വായന ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. വായന തന്നെയാണ് എനിക്ക് തോന്നുന്നു എഴുത്തുകാരനാക്കാനുള്ള പ്രധാന കാരണം. പിന്നീട് എപ്പോഴോ ഒരു ലക്ഷദ്വീപിൻ്റെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു, ലക്ഷദ്വീപിലേക്ക്. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ യാത്രാവിവരണം ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ആ സമയത്ത് ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞു. അത് നിങ്ങൾക്കൊന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ എന്ന് ചോദിച്ചു പല ആളുകളും. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ശരി, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. പക്ഷേ പിന്നെ കുറച്ച് കാലത്തിന് ശേഷമാണ് ഇറാഖ് യുദ്ധം പുറപ്പെടുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചിത്രം കണ്ടു. ആ ചിത്രത്തിൽ ഒരു പെൺകുട്ടി കരയുന്നു. അതാണ് പത്രത്തിൽ. ആ പെൺകുട്ടി കരയുന്നത് തൻ്റെ യസീദി ആയിട്ടുള്ള, ഇറാഖിൽ നടക്കുന്ന ഒരു സംഭവമാണ്. യസീദി ആയിട്ടുള്ളൊരു പെൺകുട്ടി തൻ്റെ കൂട്ടുകാരെ പിടിച്ചു കൊണ്ടുപോയപ്പോൾ ഒരു സുന്നി ആയിട്ടുള്ളൊരു പെൺകുട്ടി കരയുന്ന ഫോട്ടോ അന്നത്തെ മനോരമയിൽ വന്നു. അന്ന് യസീദികളും സുന്നികളായിട്ടുള്ള ആളുകൾ തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്താണ് തൻ്റെ കൂട്ടുകാരെ കാണാതെ, യസീദി ആയിട്ടുള്ള പെൺകുട്ടിയെ കാണാതെ ഇസ്ലാമിക് സ്റ്റേറ്റുകാരെ പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് കരയുന്നൊരു ഫോട്ടോ വന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ കുട്ടി കരയാനുള്ള കാരണം, അവർ തമ്മിലുള്ള ആത്മബന്ധം എന്താണ് എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് എൻ്റെ ആദ്യത്തെ നോവൽ പിറക്കുന്നത്. യൂഫ്രട്ടീസിൻ്റെ കണ്ണുനീർ, അതാണ് എൻ്റെ ആദ്യ നോവൽ. അത് എഴുതി കഴിഞ്ഞപ്പോൾ അതേ ഒരു ചോദ്യം തന്നെയായിരുന്നു ഇപ്പോൾ 2ാമത്തെ നോവലായിട്ടുള്ള ആമീൻ എന്ന് വന്നത്. അതും ലക്ഷദ്വീപിൽ ഞാൻ പോയി സ്ഥിരതാമസമായി. ചരിത്ര പുസ്തകങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, ചരിത്ര സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങൾ. ഇതുപോലൊരു വായനൻ്റെ ഇടയ്ക്ക് ഒരു കഥ എനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് വലിയല്ലത്ത് കവർച്ച എന്ന് പറയുന്നൊരു ചരിത്ര സംഭവമാണ്. അഗത്തി ദ്വീപിൽ നടന്ന, വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ചരിത്രം. അന്ന്
കണ്ണൂർ അറക്കൽ ഭരണമായിരുന്നു. അറക്കലിൻ്റെ ബീവി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആമീൻ ഭരണമായിരുന്നു അന്ന് ആ ദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദ്വീപിലും ആമീൻ ഭരണമായിരുന്നു. ആ ദ്വീപിൽ നടന്ന ഒരു ചരിത്ര സംഭവം എല്ലാം വല്ലാതെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ബി കുഞ്ഞിയുടെ കഥ. അതാണ് ആമീൻ എന്ന് പറയുന്നത്. അതാണ് ആമീൻ എന്ന് പറയുന്ന നോവലിലേക്ക്. എങ്ങനെയാണ് ലക്ഷദ്വീപായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഇപ്പോൾ ലക്ഷദ്വീപ് സ്വദേശിയാണ് കല്യാണം കഴിച്ചത്. അതെ അതെ. അപ്പോൾ ഈ വിവാഹത്തിലേക്കൊക്കെ എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? എങ്ങനെയാണ് ലക്ഷദ്വീപ് പണ്ട് മുതലേ നമുക്ക് പോകണം എന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമാണല്ലോ. എല്ലാവർക്കും കൗതുകം. ആദ്യം ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ നമുക്ക് ലക്ഷദ്വീപിലൊന്ന് പോകണം എന്നുള്ള ആഗ്രഹിക്കുന്ന സമയത്താണ് എൻ്റെ ലണ്ടനിൽ UK താമസിക്കുന്ന എൻ്റെ പെങ്ങൾ കാണുന്നത്. അവനെ എൻ്റെ ഭാര്യയായിട്ട് സംസാരിച്ചു. അങ്ങനെ അത് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വീട്ടുകാർ പോയി കണ്ടു. അവർക്കാണെങ്കിൽ ഈ ദ്വീപിലൊരു ബന്ധം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരുന്നു എൻ്റെ ഭാര്യൻ്റെ വീട്ടുകാർ. അങ്ങനെ സ്വാഭാവികമായിട്ട് അവർക്ക് ഇഷ്ടമായി, എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമായി. പിന്നെ അതങ്ങ് നടന്നു. അതിനുശേഷമാണ് ലക്ഷദ്വീപിൽ താമസം മാറുന്നതും. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം 5 വർഷം ഇവിടെ താമസിച്ചു. 6 വർഷത്തോളം ഞങ്ങൾ താമസിച്ചു ഇവിടെ. പിന്നീടാണ് ഈ എഴുത്തൊക്കെ തലക്കി പിടിച്ച സമയത്ത്, ഈ ഓട്ടം ഇവിടെ ഭയങ്കര തിരക്ക് പിടിച്ച ജീവിതമാണല്ലോ, അതിൽ നിന്ന് മാറി എഴുതാൻ വേണ്ടിയിട്ട് പറ്റിയ സ്ഥലം, വായിക്കാൻ പറ്റിയ സ്ഥലം ലക്ഷദ്വീപാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് താമസം മാറിയാൽ എന്താണ് നിരന്തരമായ ചിന്തകളിൽ നിന്നാണ് ദ്വീപിലേക്ക് മാറുന്നത്. അവിടെ നിന്നാണ് പിന്നീടുള്ള കഥകളും നോവലുകളൊക്കെ കൂടുതൽ എഴുതാൻ പറ്റിയത്. ശരിക്കും ഈ കുട്ടിക്കാലത്തെ അനുഭവം ഈ എഴുത്തിന് ഗുണകരമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഈ നമ്മൾ നോവലുകൾ വായിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള അവസ്ഥകൾ പറയുമ്പോൾ കുറച്ചും കൂടി അത് അനുഭവിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് അത്തരം ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരാളെന്ന നിലയ്ക്ക് ആണോ അല്ലെങ്കിൽ അങ്ങനെ എഴുതാനുള്ള ശേഷി ഉണ്ടായത്? കാരണം ഭാഷ എന്നതിനപ്പുറം നമ്മുടെ വൈകാരികാവസ്ഥകൾ എഴുത്തിലൂടെ പ്രതിഫലിപ്പിക്കാനുള്ള ഒരു ശേഷി മിഹ്റാജിനുണ്ട്. അത് കുട്ടിക്കാലത്തുണ്ടായ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ. ഇപ്പോൾ ഈ പുടവയിൽ വന്നുകൊണ്ടിരിക്കുന്ന നോവൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കുട്ടിക്കാലത്തെ ജീവിതം വളരെ സങ്കടകരമായ വിശപ്പിൻ്റെ പ്രയാസത്തിൻ്റെ ഒരു ജീവിതകാലം. ആ കാലത്ത് എങ്ങനെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്? സത്യം പറയുകയാണെങ്കിൽ എന്നെ ഒരു എഴുത്തുകാരനാക്കാൻ വേണ്ടിയിട്ട് അത് വളരെയധികം എന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഒരു ജീവിതാനുഭവം ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ചിലപ്പോൾ എഴുത്തുകാരനാവില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പുടവയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവലെന്ന് പറയുന്നത് എൻ്റെ ജീവിതം തന്നെയാണ്. അത് ഞാൻ അനുഭവിച്ചുള്ള മാനസിക പ്രയാസങ്ങൾ, ഞങ്ങൾ പട്ടിണി കിടന്ന സമയങ്ങൾ, പട്ടിണി കിടന്ന് കരഞ്ഞിട്ടുണ്ട്, വിശന്നിട്ട് 1-2 ദിവസങ്ങളല്ല, ഒരുപാട് ദിവസം. പക്ഷേ ഉമ്മയ്ക്ക് ചിലപ്പോൾ അന്ന് അവലായിരിക്കും വാങ്ങുന്നുണ്ടാവുക. എനിക്ക് ഒരു അത്ഭുതം തോന്നിയത് അന്ന് ഉമ്മയ്ക്ക് വിഷക്കൂല. ഉമ്മ എത്ര ഞങ്ങൾക്ക് ഈ അവല് ചായയും കട്ടൻ ചായക്ക് മധുരം ഉണ്ടാവില്ല, അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ, എത്ര ഞങ്ങൾക്ക് തന്നാലും ഉമ്മ കഴിക്കില്ല. ഞാൻ ചോദിക്കും ഉമ്മക്ക് വിശപ്പില്ല, എപ്പോൾ ചോദിച്ചാലും പറയും എനിക്ക് വിശപ്പില്ല, നിങ്ങൾ കഴിച്ചു എന്ന് പറയും. വിശപ്പില്ല എന്നിട്ടാണോ അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. അതൊക്കെ കൂടിയിട്ടുള്ള ഒരു അനുഭവം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ എഴുത്തുകാരനായിട്ടുണ്ടാവുക. ശരിക്കും പിന്നെ ഈ നോവലിൽ പറയുന്ന ബി കുഞ്ഞി എന്ന കഥാപാത്രം, ബി കുഞ്ഞിയെക്കുറിച്ച് ലക്ഷദ്വീപിൽ പലതരം കഥകളുണ്ട്. ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് വസ്തുതകളുണ്ട്. അതിനുള്ള തെളിവായിട്ട് അവിടെ പാറ, അവരുടെ പേരിലൊരു പാറ ഉണ്ട്, ബി കുഞ്ഞിപ്പാറ. അപ്പോൾ ഈ ചരിത്ര കഥയെ, അതിൻ്റെ വസ്തുതകൾ വളരെ കൃത്യമായിട്ട് നിലനിൽക്കെ തന്നെ ഈ നോവലിന് വേണ്ടിയിട്ട് അതിൽ ചില മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. നോവലിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഭാവനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ കഥാപാത്രത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ചരിത്രം എങ്ങനെയാണ് ഈ ചരിത്രം അന്വേഷിച്ച് കണ്ടെത്തുന്നതും അതിനെക്കുറിച്ച് പഠിക്കുന്നതും, അതേപോലെ ഇങ്ങനെ ഇതിനെ ഒരു നോവലാക്കി മാറ്റാമെന്നും ആ ചരിത്രത്തിനപ്പുറം അതിന് വേറൊരു ചില സാധ്യതകൾ കൂടി ഉണ്ട് എന്ന് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ, P.I. പൂക്കോയ എഴുതിയിട്ടുള്ള 1956 എഴുതിയിട്ടുള്ള ദീപോൽപത്തി എന്ന് പറയുന്നൊരു ചരിത്ര പുസ്തകമുണ്ട്. ആ പുസ്തകം വായിച്ച സമയത്ത് അതിൻ്റെ അകത്തൊരു ഒരു ചെറിയൊരു പാരഗ്രാഫിലാണ് ബി കുഞ്ഞിയെ കുറിച്ചിട്ട് പരാമർശിക്കുന്നത്. ചരിത്ര സംഭവം വലിയ ഇല്ലത്ത് കവർച്ച എന്ന് പറയുന്ന ഒരു പാരഗ്രാഫാണത്. അതിൽ പറയുന്നുണ്ട്, അന്നത്തെ ആമീൻ ഭരണകാലത്ത് താമസിച്ചിരുന്ന ഒരു കാര്യക്കാരനായിരുന്നു വലിയ ഇല്ലത്ത് കുഞ്ഞഹമ്മദ്. ഇദ്ദേഹം പണ്ഡിതനായിരുന്നു, ദൈവഭക്തിയുള്ള ആളായിരുന്നു, ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു, ജനങ്ങൾക്കെല്ലാം സഹായം ചെയ്യുന്ന ആൾ. അപ്പോൾ ആമീൻ ഭരണത്തിൽ കീഴിലായിരിക്കുന്ന സമയത്ത് നികുതി കൂട്ടാൻ വേണ്ടിയിട്ട് അറക്കലിനും ഏർപ്പാട് വെച്ചു. അപ്പോൾ ആമീൻ അദ്ദേഹത്തോട് പറയുന്നു നികുതി കൂട്ടാൻ. പക്ഷെ അന്നത്തെ കാലത്ത് കൊടിയ പീഡനവും അതുപോലെ തന്നെ പേമാരിയും കടക്ഷോഭമൊക്കെ കഴിച്ച് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് നികുതി കൂട്ടാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് പറയുന്നു, ആ സമയത്ത് എല്ലാ ആമീന്മാരും കാര്യക്കാരൊക്കെ ദ്വീപുകാരെ പിഴിഞ്ഞിരിക്കുന്ന സമയമാണ്. എത്രത്തോളം അവരെ ചൂഷണം ചെയ്യാൻ പറ്റും അത്രത്തോളം ചൂഷണം ചെയ്യുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ അത് പാടില്ല, നികുതി എനിക്ക് ജനങ്ങളുടെ മേൽ അമിതമായിട്ട്
അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്ന്. ഇത് 3 വട്ടം അദ്ദേഹത്തിന് അറക്കൽ സ്വരൂപത്തിൽ നിന്ന് കത്ത് വന്നു. അദ്ദേഹം തിരിച്ചയച്ചു, പറ്റില്ല എന്ന്. 4-മത്തെ വട്ടം പത്തേമാരിയിൽ ശരിക്കും അവിടെ അന്നത്തെ പടയാളികൾ വന്ന് അവരെ, അതായത് ഈ വലിയ ഇല്ലത്തെ ആളുകളെ മൊത്തം ഇന്നത്തെ കാലത്ത് ജപ്തി ചെയ്യുക എന്ന് പറയുന്ന പോലെ ജപ്തി ചെയ്യുക, അതായത് കവർച്ച നടത്താമെന്ന് പറയും. ആ കുടുംബത്തിലുള്ള ആളുകളെ മുഴുവൻ തലിക്കടിച്ച് കൊല്ലുകയും ആ കുടുംബത്തിലുള്ള എല്ലാ സ്വത്തും പിടിച്ചടക്കുക എന്നുള്ള കിരാതമായ നടപടി ഈ വലിയ ഇല്ലത്ത് നടന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു പെൺകുട്ടി മാത്രം, ചെറിയ പെൺകുട്ടിയായ അതാണ് ബി കുഞ്ഞ്. പൂവട്ടിയോട് അറിയാൻ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി ഒളിച്ച് ഈ ദ്വീപിലുള്ള അഗത്തി ദ്വീപിലുള്ള തെക്കേ മൂലയിലുള്ള കൽപ്പിട്ടി ദ്വീപിൽ ഒളിപ്പിച്ചു, ഒരു പാറയുടെ ഉള്ളിൽ. ഇപ്പോഴും ആ പാറയ്ക്ക് ഇപ്പോഴും ഈ ബി കുഞ്ഞി പാറ എന്നാണുള്ളത്. ആ പെൺകുട്ടി രക്ഷപ്പെട്ടു എന്നാണുള്ളത്. ചരിത്രപ്പെട്ട ശേഷം ആ ബി കുഞ്ഞിക്ക് എന്ത് സംഭവിച്ചു? അത് ചരിത്രത്തിൽ പല രേഖകളാണുള്ളത്. ചിലർ ഒരു ഇതിൽ പറയുന്നത് അത് അവർ അമ്മേനി ദ്വീപിൽ പോയി താമസിച്ചു, അവിടുന്ന് മറ്റേ കിൽത്താനുള്ളൊരു യുവാവ് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, മറ്റൊരു ദ്വീപിൽ പോയി താമസിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം അവിടെ നിന്നല്ലായിരുന്നു. അറക്കൽ ഭരണകൂടം തന്നെയായിരുന്നു എല്ലാ ദ്വീപിലും ഉണ്ടായിരുന്നത്. ഈ കവർച്ച ചെയ്യപ്പെട്ട ഒരു കുടുംബത്തിലൊരു കുട്ടി മറ്റൊരു ദ്വീപിൽ പോകുമ്പോൾ അവരൊരു ഇന്നത്തെ കാലത്ത് 2025 പോലും നമ്മൾ പുറത്തുനിന്ന് ഒരാൾ ദ്വീപിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് ആരാണെന്നൊരു ചോദ്യം വളരെ കുറഞ്ഞ മനുഷ്യന്മാരുള്ളൂ, വളരെ കുറഞ്ഞ ആളുകളെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഒരു പെൺകുട്ടി വന്നാൽ തീർച്ചയായിട്ടും അവൾ ആക്രമിക്കപ്പെടാം. ചരിത്രത്തിലുള്ള നമുക്ക് വളച്ചൊടിക്കല്ല, എൻ്റെ ചിന്തയിൽ നിന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അവിടെ തൊട്ടിട്ട് എൻ്റെ ഈ ബി കുഞ്ഞി രക്ഷപ്പെട്ടു എന്നുള്ളത് എവിടേക്ക് രക്ഷപ്പെട്ടുണ്ടാവും എന്നുള്ള കഥയിൽ നിന്നാണ് യാമീൻ പുറപ്പെടുന്നത്. അപ്പോൾ ഒരു 200 കൊല്ലം മുമ്പുള്ള ഒരു കഥയാണ്, ഒരു ചരിത്ര സംഭവമാണ് ഈ നോവലിന് അതിൻ്റെ പ്രമേയമായിട്ട് വരുന്നത്. ലക്ഷദ്വീപിൻ്റെ അന്നത്തെ ഒരു സാമൂഹിക ജീവിതം വ്യത്യാസമുണ്ട്. ഇന്നത്തെ ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് മാറിയിട്ടുള്ളൊരു ജീവിത പശ്ചാത്തലമായിരിക്കും. അവിടെ യാത്രാ സംവിധാനങ്ങൾ വ്യത്യാസമുണ്ട്. അവിടുത്തെ ആളുകളുടെ ഒരു പല നിരക്കുള്ള നിലപാടുകളും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകൾ ഇതൊക്കെ വ്യത്യാസമുള്ള ഒരു സമയത്താണ് ഈ നോവൽ നടക്കുന്നത്. സത്യത്തിൽ ലക്ഷദ്വീപിൽ ജനിച്ചു വളർന്ന ഒരാളല്ല, വളരെ കുറഞ്ഞ കാലം ലക്ഷദ്വീപിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലക്ക് എങ്ങനെയാണ് ഈ നോവലിന് ആവശ്യമായ രീതിയിൽ അന്നത്തെ ഒരു പശ്ചാത്തലം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാണത് സാധിച്ചതെന്നുള്ളതാണ്. കാരണം ഈ നോവൽ വായിക്കുന്ന ഒരാൾക്ക്, ഞാൻ ലക്ഷദ്വീപ് കണ്ടിട്ടില്ല, പക്ഷേ നമുക്ക് ആ ലക്ഷദ്വീപിൻ്റെ അന്നത്തെ ഒരു പശ്ചാത്തലം, അവിടുത്തെ പ്രകൃതിയാണെങ്കിലും അതേപോലെ തന്നെ അവിടുത്തെ ആളുകളുടെ ഒരു ജീവിതാവസ്ഥയാണെങ്കിലും നമുക്ക് ഇന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് സാധിച്ചത്? ഒന്നാമത്തെ കാരണം ഈ വായന തന്നെ, ചരിത്ര വായന തന്നെയായിരുന്നു. എന്നെ സംബന്ധിച്ച് ചരിത്രം വായിക്കുക എന്ന് പറയുന്ന ഒരു കഥ വായിക്കുന്ന പോലെയാണ് എനിക്ക്. ചില ആളുകൾക്ക് പല ആളുകളും പറയും ചരിത്ര പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് മടിയാണെന്ന്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവം ചരിത്ര പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ ലക്ഷദ്വീപിൻ്റെ ചരിത്ര പുസ്തകത്തിനെ സംബന്ധിച്ച് വായന വളരെ കുറവുള്ള നാടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദ്വീപുകൾ ഇപ്പോഴത്തെ കാലത്ത്, അന്നത്തെ കാലത്തല്ല, ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ലൈബ്രറിയിലൊക്കെ പോയി പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് പുസ്തകം വേണം എൻ്റെ കയ്യിൽ തരും, കാരണം അത് വായിക്കാൻ ആ സമയത്താണ് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടിരുന്നത്. പിന്നെ ഈ 1805 നടക്കുന്ന കഥയായിട്ടാണിത് ഞാൻ പറഞ്ഞു വരുന്നത്, ആമീൻ പറഞ്ഞു വരുന്നത്. ഈ 1805 1799 1805 ഇടയ്ക്ക് പല സംഭവങ്ങൾ നമ്മളെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ആദ്യം സംഭവിക്കുന്നത് ടിപ്പു സുൽത്താൻ്റെ മരണമാണ്. പിന്നീട് 5 വർഷത്തിന് ശേഷം പഴശ്ശിരാജ കൊല്ലപ്പെടുന്നു. ഇതിനിടക്ക് നടക്കുന്ന ഒരു ചരിത്രം, ഒരു പക്ഷേ എൻ്റെ ഉള്ളിൽ എപ്പോഴോ ഉറങ്ങിക്കിടന്ന ചില ചരിത്രങ്ങളുണ്ട്. അതെല്ലാം കൂടെ ഒരു രൂപാന്തരപ്പെട്ടിട്ട് ഒരു നോവലായിട്ട് മാറുകയാണ് ചെയ്തത്. ഒരു പക്ഷേ എൻ്റെ ചരിത്ര വായന എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ. കേരളത്തിൻ്റെ ചരിത്രമാവട്ടെ, ലക്ഷദ്വീപിൻ്റെ ചരിത്രമാവട്ടെ, മലബാർ മാനുവൽ, വില്ലൻ ലോകനേതല്ല, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ചതിൻ്റെ എന്തിനാണ് ഞാനത് അന്ന് വായിച്ചതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ എന്തിനു വായിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു 10ാം ക്ലാസ്സുകാരനാണ്. പിന്നെ എന്തിനാ ഇത് വായിക്കുന്നു, എന്നോട് ഞാൻ തന്നെ പലവട്ടം ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഞാൻ അതൊക്കെ വായിക്കുന്നത് എന്തിന്. ഇപ്പോഴെനിക്കത് ഇത് എഴുതി കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി എന്തിനായിരുന്നു ഞാനത് വായിച്ചത്. ഒരു പക്ഷേ ഇതിന് വേണ്ടിയിട്ടായിരിക്കാം എന്ന് മനസ്സിലായി. അപ്പോൾ ചരിത്ര വായന എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ പുസ്തകം. അപ്പോൾ ഈ സംസാരത്തിനിടയ്ക്ക് വന്നൊരു വാക്കാണ് 10ാം ക്ലാസ്സുകാരനാണെന്നുള്ളത്. ജീവിതം അടുത്തറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലാവും 10ാം ക്ലാസ്സിന് ശേഷം തുടർ പഠനം നടക്കാതെ പോയതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്നുള്ളത്. പക്ഷേ ഒരു 10ാം ക്ലാസ് വരെ പഠിച്ച് അതിനുശേഷം വായനയിലൂടെ ഇങ്ങനെ ഇപ്പോൾ ആദ്യം ഇറക്കിയ പുസ്തകവും ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്, രണ്ടാമത്തും ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഈ നേരത്തെ പറഞ്ഞു ചരിത്രവുമായി ബന്ധപ്പെട്ട വായനകളാണ് ഇങ്ങനെ ഇത്തരം രചനകളിലേക്ക് എത്തിച്ചത് എന്ന് പറഞ്ഞു. ഈ 10ാം ക്ലാസ്സിൽ പഠനം നിർത്താണ്ടായ സാഹചര്യവും അതിനുശേഷം
ഏതൊക്കെ മേഖലയിലൂടെയാണ് ജീവിതം കടന്നു പോയതെന്ന് പറയുകയാണെങ്കിൽ? തീർച്ചയായിട്ടും പറയാം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അന്നത്തെ കാലത്ത് ഉപ്പ മാത്രമാണ് ജോലി ചെയ്തത്. പിന്നെ പെങ്ങന്മാരെ കെട്ടിക്കുന്ന ബാധ്യതകളായിരുന്നു. 3 പെങ്ങന്മാരെ കെട്ടിക്കണം. ഉപ്പൊക്കെ ആണെങ്കിൽ ഒരു പെങ്ങാളെ കെട്ടിച്ച് കഴിയുമ്പോൾ അടുത്ത് വരും. പിന്നെ ഉപ്പ കൂലിപ്പണിയാണല്ലോ. ഇതിങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടുവന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ എൻ്റെ ജ്യേഷ്ഠൻ ഒരാളുണ്ട്. അയാളുടെ അവസ്ഥ അതിനാണ് തമാശയാണ്. അയാൾ 7ാം ക്ലാസ്സിൽ വെച്ചിട്ട് സ്കൂൾ നിർത്തി. അതിൻ്റെ കാരണം യൂണിഫോം വാങ്ങാൻ പൈസ ഇല്ല എന്നുള്ള ഒറ്റ കാരണമാണ്. 7ാം ക്ലാസ് വെച്ചിട്ട് എല്ലാവരും യൂണിഫോം ഇട്ട് പോകുമ്പോൾ യൂണിഫോം വാങ്ങി തയ്പ്പിച്ച് നല്ലൊരു വസ്ത്രം ഇടാൻ പോലുള്ള അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് അവന് സ്കൂൾ പഠനം നിർത്തി. പിന്നെ എന്നെ അവൻ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണം എന്നുണ്ടായിരുന്നു. ഞാനൊരുവിധം 10ാം ക്ലാസ്സിലെത്തി. 10ാം ക്ലാസ് പാസ്സായി. 10ാം ക്ലാസ് പാസ്സായി തുടർന്ന് പഠിക്കാനൊക്കെ അവനോട് പറഞ്ഞു. പക്ഷേ അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. എനിക്കറിയാം അതിനുള്ള സാഹചര്യം. പിന്നെ ഉടൻ തന്നെ പോകുന്നത് നേരെ ഫുട്പാത്തിലേക്ക് റോഡ് സൈഡിൽ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറേ കാലം അങ്ങനെ കച്ചവടം ചെയ്തു. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ മൊബൈലിൻ്റെ ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള പഠിത്തങ്ങളൊക്കെ പോയി. പക്ഷേ എന്നിട്ടും ജീവിതമൊന്നും മെച്ചപ്പെടുന്നില്ല. പിന്നീട് ഇതിനിടയ്ക്കും എൻ്റെ വായന അപ്പോഴും നിന്നിട്ടില്ല. എവിടെ ഇരിക്കുന്നു അപ്പോഴേ പുസ്തകം കയ്യിൽ കൊണ്ടു നടന്നുകൊണ്ടേ മുന്നോട്ടേ പോകും. പിന്നെ ഇപ്പോൾ ഈ ഒരു എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ പറ്റിയത് ഇപ്പോൾ ഈ ഒരു ബിസിനസ്സൊക്കെ ചെയ്ത് ഒരു മനസ്സിനും നമ്മൾ സാമ്പത്തികമായിട്ടുള്ളൊരു സ്ഥിതി നല്ലതായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഒരു സാമ്പത്തികം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അടിസ്ഥാന ഘടകം തന്നെയാണ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എഴുത്തോട്ട് മാത്രം ജീവിക്കാൻ പറ്റില്ലല്ലോ, നന്നായിട്ട് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന പോലെ ആയിരുന്നില്ല അന്നത്തെ കാലത്ത്. അന്ന് ഒരുപാട് പ്രയാസങ്ങൾക്ക് അനുഭവിച്ച് പഠിത്തം നിർത്തേണ്ടി വന്നതൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് തന്നെയാണ്. പക്ഷേ പഠിക്കണമെന്നും കൂടുതൽ പഠിക്കണമെന്നും ഉണ്ടായത് കൊണ്ടാവാം ചിലപ്പോൾ ഞാൻ ഈ ചരിത്ര പുസ്തകങ്ങളും അല്ലാത്ത പുസ്തകങ്ങളും നിരന്തരം വായിച്ചുകൊണ്ടിരുന്നത്. നമ്മളാരും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും നമ്മൾ സ്വയം പഠിക്കുക. ഈ നോവൽ വായിക്കുമ്പോഴേ ഇതിൽ സാധാരണ ഒരു സ്ഥലത്ത് പോയി നമ്മൾ അവിടുത്തെ കഥകൾ കേട്ടിട്ട് എഴുതാൻ പറ്റിയൊരു നോവലല്ല. അല്ല. കാരണം അതിനപ്പുറം ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് ഈ ലക്ഷദ്വീപിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് കേരളക്കാർക്ക് വലിയ പരിചയമില്ലാത്തൊരു ഏരിയയാണ്. കാരണം കുറേ കാലം അറക്കൽ രാജവംശത്തിന് കീഴിലായിരുന്നു. അതിന് ബ്രിട്ടീഷുകാരുടെ കീഴിൽ കുറേ കാലം ഉണ്ടായി. കുറച്ചു കാലം ടിപ്പു സുൽത്താൻ്റെ കയ്യിൽ, പറങ്കികളുടെ കയ്യിലാണ്. അങ്ങനെ കേരളമെന്ന് നിലവിലില്ല. പക്ഷേ ഈ കേരളം നിലനിൽക്കുന്ന ഈ പ്രദേശം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള അധിനിവേശങ്ങൾ പോലെ തന്നെ വളരെ തീവ്രമായ രീതിയിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ജനസമൂഹമാണ് ലക്ഷദ്വീപ്. അപ്പോൾ അവരുടെ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രതീകം കൂടിയാണ് ഈ കുഞ്ഞി എന്ന് പറഞ്ഞ കഥാപാത്രം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ രീതിയിലാണ് കുഞ്ഞിയെ കാണുന്നത്. ലക്ഷദ്വീപിലുള്ള ആളുകൾ ഈ നോവൽ വായിച്ചിട്ട് എഴുതിയ കുറിപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പല ആളുകളും കുഞ്ഞിയെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ അധിനിവേശത്തിനെതിരെ പൊരുതിയ ഒരു കഥാപാത്രം, ഒരു സ്ത്രീ എന്നുള്ള നിലക്കാണ്. ഈ നോവൽ വായിക്കുമ്പോഴും അവിടുത്തെ സ്ത്രീകളെ വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കുന്നതായിട്ടാണ്. ലക്ഷദ്വീപുകളുടെ ഈ സ്ത്രീ ജീവിതം എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപിന് കുറച്ച് കാലങ്ങളായിട്ടുള്ള ലക്ഷദ്വീപിലെ സ്ത്രീകൾ പഠിക്കാൻ തുടങ്ങിയിട്ട്, മദ്രസയിലാവട്ടെ സ്കൂൾ പഠനമാവട്ടെ, ഈ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് കുറച്ച് ആളുകളെങ്കിലും പഠിത്തത്തിലേക്ക് വന്നത്. അതുവരെ സ്ത്രീകൾ പഠിക്കണ്ട, എഴുതണ്ട എന്നുള്ളൊരു ഈ പിന്നോക്ക ചിന്താഗതി കൂടുതലുള്ള ആളുകളായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അവർ പഠിച്ചിട്ടില്ലെങ്കിൽ അവർക്കൊന്നും സംഭവിക്കാനില്ല. അതാണ് അവർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ദ്വീപിലല്ലേ ഉള്ളൂ. ദ്വീപിൽ പ്രത്യേകിച്ച് ഇപ്പം കല്യാണം കഴിയുന്നു, കുട്ടികളാവുന്നു, ജീവിച്ചു പോകുന്നു, അങ്ങനെ ആ ഒരു ചിന്താഗതിയാണ്. പിന്നീട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം മാറി, രാഷ്ട്രീയപരമായിട്ട് മാറി, കുട്ടികളുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ ഈ അറക്കൽ ഭരണകൂടം നടക്കുന്ന സമയത്ത് പെൺകുട്ടികൾ പഠിച്ചിരുന്നു എന്നുള്ള ചില ചരിത്ര പുസ്തകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്നൊരു കഥാപാത്രമായിക്കൂടെ നമ്മുടെ കഥാപാത്രം കുഞ്ഞി എന്ന കഥാപാത്രം. ലക്ഷദ്വീപുകാർക്കൊരു ഹീറോ ഇല്ല. അവരെ സംബന്ധിച്ച് ഹീറോ എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരായ കുറച്ച് ആളുകളാണ്. പക്ഷേ പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവിടെ എങ്ങനെ പങ്കെടുത്തോ അതുപോലെ പങ്കെടുത്ത കുറേ ആളുകളുണ്ട്. ചില ആളുകളൊക്കെ തമാശയായിട്ട് പറയും, യാഥാർത്ഥ്യം തന്നെയാണ്, ഞങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 2.5 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. ശരിക്കും അത് അവരുടെ നിസ്സഹായാവസ്ഥ അറിയിക്കുന്നതാണെങ്കിലും അത് ഒരു തമാശയായിട്ട് കാണേണ്ട കാര്യമല്ല. അവരിൽ അതിൻ്റെ അർത്ഥം അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയോ അല്ലെങ്കിൽ ചെയ്തിട്ടില്ലോ എന്നല്ല. ഇവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് അവരറിയാൻ ലേറ്റായി. അതിന് കാരണം വാർത്താവിനിമയങ്ങൾ കുറവായിരുന്നു, പിന്നെ യാത്രാ സൗകര്യങ്ങളില്ലായിരുന്നു. അതുകൊണ്ടാണ്
അവിടെയുള്ള ആളുകൾ ചെയ്ത ഈ കേരളത്തിൽ അന്ന് 1921 എങ്ങനെ മാപ്പിളമാർ പ്രയാസം അനുഭവിച്ചു, സ്വാതന്ത്ര്യത്തിന് സമരം ചെയ്തു, അതുപോലെ തന്നെ പഴശ്ശീൻ്റെ കൂടെ മുസ്ലിങ്ങൾ സമരം ചെയ്തു, പറങ്കികൾക്കെതിരെ കേരളത്തിൽ തന്നെ കോഴിക്കോട് തന്നെ യുദ്ധം ചെയ്തിട്ടുണ്ട്, സാമൂതിരിൻ്റെ കൂടെ യുദ്ധം ചെയ്തിട്ടുണ്ട്, ഒക്കെ മുസ്ലിങ്ങളാണ്. അന്നത്തെ കാലത്ത് അത് ഉണ്ടായിട്ടുണ്ട്. അതൊരു കഥ ഞാൻ പറയാം. പണ്ട് കാലത്ത് ഈ പറങ്കികളുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു ദ്വീപുകളിൽ. അപ്പോൾ ഇവർ വന്നിട്ട് അതുപോലെ തന്നെ ഈ കുട്ടിയമ്മദ് എന്ന് പറയുന്ന ഒരു കടൽ കൊള്ളക്കാരുണ്ട്, ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ കുട്ടിയമ്മദിന്റെ വേറെ രീതിയിലാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. കുട്ടിയമ്മദും അതുപോലെ കടൽ കൊള്ളക്കാരും ഭയങ്കര ശല്യമായിരുന്നു. ഇവർ വരുന്ന സമയത്ത്, ദ്വീപിലേക്ക് വരുന്ന സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് അക്രമം അഴിച്ചു വിടും. പിന്നെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ പറ്റുമോ നോക്കുക. പക്ഷെ അവരെ കുളിച്ച് പെട്ടെന്ന് സ്ത്രീകളെ പെട്ടെന്ന് മാറ്റിക്കളയും അവർ. പിന്നെ ഇവരുടെ സ്വർണ്ണങ്ങൾ ഇതൊക്കെ എടുത്തു കൊണ്ടുവന്ന പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാലത്തിന് ശേഷം ഇവരൊരു കൂക്ക് വിളി തുടങ്ങി. കുട്ടിയമ്മദ്, അതായത് കടൽ കൊള്ളക്കാർ വരുമ്പം ഈ തെങ്ങിന്റെ മുകളിൽ നിന്നൊരു കൂക്കി വിളിക്കും, ഒരു പ്രത്യേക രീതിയിൽ സിഗ്നൽ കൊടുക്കുക. ആ കൂക്ക് വിളി ഇന്നും ഉണ്ട്. പല ദ്വീപുകളും ഇന്നും ഓണം കാണുമ്പോൾ, കപ്പൽ കാണുമ്പോൾ ഇന്നും കൂക്കി വിളിക്കും. അപ്പോൾ ആ സമയത്ത് ഇവരെല്ലാവരും മാറി നിൽക്കും. പക്ഷേ പറങ്കികളെ സംബന്ധിച്ച് അങ്ങനെ അല്ലായിരുന്നു. പറങ്കികൾ ഭയങ്കരമായിട്ട് ശല്യം ചെയ്തപ്പം ചിറക്കലാണെന്ന് ഫസ്റ്റ് ചിറക്കൽ ഭരണകൂടത്തിലെ ഈ അന്നത്തെ ആമീൻമാർ പോയി പറഞ്ഞു, ഞങ്ങൾക്ക് ഭയങ്കര പറങ്കികളുടെ ശല്യമാണെന്ന്. അങ്ങനെ പറങ്കികളെ ശല്യം സഹിക്കാൻ വയ്യാതെ ചിറക്കൽ തമ്പുരാന് തീരുമാനമെടുത്തു ഇതിനൊരു അറുതി വരുത്താം. അങ്ങനെയാണ് കാതൽ തഞ്ചക്കാരൻ എന്ന് പറയുന്ന, അദ്ദേഹത്തിൻ്റെ പേരാണോ സ്ഥാനപ്പേരാണോ എന്നറിയില്ല, ഒരു പറയുന്ന ചരിത്ര പുസ്തകത്തിലുള്ള കഥ തന്നെയാണ്. ഒരാളെ ദ്വീപിലേക്ക് പറഞ്ഞു വെച്ചു. വലിയൊരു ഓടത്തിൽ കയറ്റിയിട്ട് കുറച്ച് ആളുകളും കച്ചവട സാധനങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു വെച്ചു. അമ്മേനി ദ്വീപിലേക്കാണ് പറഞ്ഞിട്ട്. അമ്മേനി ദ്വീപിൽ അന്ന് കോട്ടയുണ്ട് ആർക്ക്, പറങ്കികൾക്ക്. ഈ കോട്ടകളെ ഇവർ ഭയങ്കര ഉപദ്രവമായിരുന്നു ഇവരെ കൊണ്ട്. അങ്ങനെ ഈ അമ്മേനി ദ്വീപിൻ്റെ അടുത്ത് എത്തിയ സമയത്ത് കാതൽ തഞ്ചക്കാരൻ തൻ്റെ മഞ്ജു നിർത്തി വെള്ളം മുഴുവൻ കടലിലേക്ക് ഒഴുക്കി, കുടിക്കാനുള്ള വെള്ളം. അപ്പോൾ ഒരു പ്രത്യേക മഞ്ജു അവിടെ വന്ന് നിന്നപ്പോൾ ഈ പറങ്കികൾ വന്നു ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇവിടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ വെള്ളമില്ല, ഞാനൊരു കച്ചവടക്കാരനാണ്, ഞാൻ പേർഷ്യയിലേക്ക് പോകുന്ന കച്ചവടക്കാരനാണ്, എൻ്റെ കയ്യിൽ വെള്ളമില്ല, എനിക്ക് കുറച്ച് വെള്ളം തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ശരി, വെള്ളം തരാമെന്ന് പറഞ്ഞോ. ഈ അദ്ദേഹം മഞ്ജു അടുപ്പിച്ചപ്പോൾ നല്ല പലചരക്ക് സാധനങ്ങളും വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തെ ആയിട്ട് ഈ പറങ്കികൾ ഭയങ്കര കൂട്ടായ സമയത്ത് എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ ഈ ഒരു വിരുന്നിന് ക്ഷണിച്ചു. കാരണം കുറേ സാധനങ്ങളൊക്കെ ഇവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാം. അങ്ങനെ നല്ലൊരു വിരുന്ന് പറങ്കികൾ തയ്യാറാക്കി അദ്ദേഹം പോയി. അദ്ദേഹം വിരുന്നിന് പങ്കെടുത്തു. എന്നിട്ട് ഈ ആളുകളെ ഈ പറങ്കികളായിട്ടുള്ള ആളുകൾക്ക് വിഷം കൊടുത്ത്, പാമ്പിൻ്റെ വിഷം കൊടുത്ത് എല്ലാവരും കൊന്നുകളഞ്ഞു എന്നാണ് ചരിത്രത്തിലുള്ളത്. അങ്ങനെ അതിനുശേഷം അദ്ദേഹം തിരിച്ചു പോവുകയും അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ചിറക്കൽ തമ്പുരാൻ ഏർപ്പാടാക്കി കൊടുക്കുകയും ചെയ്തു. അതിന് ഭവിഷ്യത്ത് പിന്നീട് വന്നു. അത് പറങ്കികൾ വന്നു. അവിടെയുള്ള ഹാലിയെ അടക്കം ജനങ്ങൾ, ആണുങ്ങളെ മൊത്തം അറുകൊല്ലം നടത്തി, ഒരു രക്തപ്പുഴ ഒരുക്കി എന്നാണ് ചരിത്രത്തിലുള്ളത്. അങ്ങനെ സംഭവിച്ചു. പക്ഷെ അങ്ങനത്തെ ഒരു ഹീറോ ഉണ്ടായിരുന്നു. അന്നത്തെ ഈ കാതൽ തഞ്ചക്കാരനെ സപ്പോർട്ട് ചെയ്യാൻ, അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ദ്വീപുകാരായിരുന്നുണ്ട്. അത് ഒരു ഭയന്ന് മാറിയിട്ടില്ല. അത് എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ എല്ലാവരും പേടിയോടുകൂടിയാണ് ജീവിക്കുന്നത്. എങ്ങനെയൊക്കെ നമ്മളെ ദ്വീപുകാരെ ഉപദ്രവിക്കാൻ പറ്റും എന്നുള്ള ഭരണം അവരെങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഭയന്ന് ചില ആളുകളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇവർക്ക് സമരം ചെയ്തുകൂടാ എന്ന് ചോദിക്കാറുണ്ട്. സമരം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് പറ്റാത്തത് കൊണ്ടല്ല ദ്വീപുകാരെ സംബന്ധിച്ച് നിസ്സഹായരാണ്. ഒരു കുടുംബത്തിൽ ഒരു നാഥനെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെവിടെ പോകും? അവർക്ക് ആരുടെ മുമ്പിൽ കൈ നീട്ടി ശീലമില്ലാത്ത ആളുകളാണ്. അന്നന്ന് കിട്ടി ജീവിക്കുന്നത്. ലക്ഷദ്വീപിലെ സാഹചര്യം മനസ്സിലാവാത്തതുകൊണ്ടാണ് ആളുകൾ ഈ ചോദ്യം ചോദിക്കുന്നത്. തീർച്ചയായും കുറഞ്ഞ ആളുകളുള്ളൂ. ഈ കുറഞ്ഞ ആളുകളെ തന്നെ കുറച്ച് ആളുകൾ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരില്ല. സാഹചര്യം ഈ അന്നത്തെ ഉപജീവന അതുകൊണ്ട് നിസ്സഹായരാണ് അവര്, പാവങ്ങളാണ്. അല്ലാതെ അവർക്ക് ഇതിന് ചെയ്യാൻ ഇതിനെതിരെ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടോ അവർക്കതിനെതിരെയുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടല്ല, നിസ്സഹായരാണ്, പാവങ്ങളാണ്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇതിനെല്ലാം ക്ഷമിച്ച് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ക്ഷമ അവരെ കൂടുതൽ നല്ല ഹൃദയമുള്ള ആളുകളാക്കുന്നുണ്ട്. ദ്വീപുകാരെന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഒരു സ്നേഹമുള്ള ആളുകളായിട്ടാണ് കാണുന്നത്. അതെ, ദ്വീപുകാരൊക്കെ വളരെ സ്നേഹമുള്ള ആളുകളാണ്. അതിൻ്റെ കാരണം ഇതാണ്, അവർ എല്ലാം ക്ഷമിച്ച് തവക്കൽ കൊടുത്ത് അങ്ങനെ ജീവിച്ചു പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഹീറോ ഇല്ല നമുക്ക് പറഞ്ഞുകൂടാ. പഴയ ചരിത്രങ്ങളിലേക്ക് പോയി ഒരുപാട് ഹീറോസിനെ, ലക്ഷദ്വീപിലെ ഹീറോസിനെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഈ ലക്ഷദ്വീപിൽ നല്ല ഈ ചരിത്രകാരങ്ങൾ ഇത് പറഞ്ഞു, ഈ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ആ നിലക്കുള്ള വായനകളോ സംഭവിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നം നിലവിലൊക്കെയുണ്ട്. അതോടൊപ്പം ലക്ഷദ്വീപിൻ്റെ ഒരു സാഹിത്യ ഒരു പാരമ്പര്യമുണ്ട്. ലക്ഷദ്വീപിൻ്റെതായിട്ടുള്ള പാട്ടുകളുണ്ട്, നാടൻ പാട്ടുകളുണ്ട്, അവരുടേതായ കലാവിഷ്കാരങ്ങളുണ്ട്, ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള കലാവിഷ്കാരങ്ങൾ,
അങ്ങനെ കുറച്ചുകൂടി സർഗാത്മകമായിട്ട് ജീവിതത്തെ സമീപിക്കുന്ന ആളുകളാണ് ദ്വീപുകാർ. കാരണം അവർ ഇത്തരം ചെറിയ ആഘോഷങ്ങളിൽ വലിയ സന്തോഷം കണ്ടെത്തുന്ന അതിന് ഈ പിന്നെ അത്തരം ആഘോഷങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത് ആത്മീയതയുടെ ഭാഗമായിട്ട് കൊണ്ടടക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ലക്ഷദ്വീപുകാർ. അപ്പോൾ ഈ ലക്ഷദ്വീപുകാരുടെ പാട്ടുകൾ അല്ലെങ്കിൽ ഇത്തരം സാഹിത്യം അതൊന്നും ശരിക്ക് ലക്ഷദ്വീപിനകത്ത് ആ രീതിയിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ടോ? നമ്മൾ പുറത്തുള്ള ആളുകൾക്ക് നമുക്ക് അത്ര അതിന് പരിമിതികളുണ്ട്. പക്ഷേ അവിടെ പാട്ടും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കലാസാംസ്കാരിക ഇടപെടലുകൾ, സാഹിത്യങ്ങൾ ഇതൊക്കെ വേണ്ട വിധം പരിഗണിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഇപ്പോൾ കുറച്ച് യുവാക്കളായിട്ടുള്ള ആളുകളൊക്കെ പുറത്തേക്ക് വരുന്നത്. കുറച്ച് കാലമായിട്ടുള്ളൂ ലക്ഷദ്വീപിൽ ആദ്യമായിട്ടൊരു നോവൽ ഇറങ്ങിയിട്ടുള്ളത്, കോലോട് എന്ന് പറയുന്നത്. ഇസ്മത്ത് ഹുസൈൻ എഴുതിയിട്ടുള്ള കോലോട്, മാതൃഭൂമി എന്നെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവലാണ് ലക്ഷദ്വീപിലെ. അത് കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. അപ്പൊ സാഹിത്യത്തെ അത്ര കാര്യമായിട്ട് കാണുന്ന ആളുകളല്ല ലക്ഷദ്വീപുകാർ. അവരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം. വായനയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ വീണ്ടും വായന കുറഞ്ഞോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ജീവിതത്തിന്റെ ഭാഗമാണ് പാട്ട് എന്ന് പറയുന്നത്. പാട്ട്, അതെ. പക്ഷെ അവർക്ക് നാടൻ കലകളുണ്ട്, അത് നമ്മൾ വിസ്മരിച്ചുകൂടാ. ഒരുപാട് നാടൻ കലകൾ, ഈ മാപ്പിളപ്പാട്ടുകൾ, ജസരി ഭാഷയിലുള്ള ഗാനങ്ങൾ, അതുപോലെ നാടൻ പാട്ടുകൾ, അവരുടെ കലാസംസ്കാരം, അതായത് അവരുടെ ഈ കഥകൾ, ചെറിയ ചെറിയ കഥകൾ പോലും അവർ ചരിത്രങ്ങളാണ്. ചരിത്രം രേഖപ്പെടുത്തിയത് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ രേഖപ്പെടുത്തിയിട്ട് ഇവിടുന്ന് പോയിട്ടുള്ള വില്യം മാനുവലിൽ പോയിട്ടുള്ള ആളുകൾ അവിടെ പോയി ചരിത്രം എഴുതിയിട്ടുള്ള, വില്യം ലോഗനെ പോലുള്ള ആളുകളൊക്കെ പോയിട്ട് എഴുതിയിട്ടുള്ള ചരിത്രങ്ങളേ ഉള്ളൂ. അവിടെയുള്ള ആളുകൾ വളരെ കുറഞ്ഞ 56-ലൊക്കെയാണ് അതിന് 60. പിന്നെ കോയക്കുട്ടി എന്ന് പറയുന്ന കോയക്കിടാവ് ആദ്യത്തെ അധ്യാപകനാണ് അവിടുത്തെ. അദ്ദേഹത്തെ പോലുള്ള കുറച്ച് ആളുകൾ എഴുതിയ പുസ്തകങ്ങൾ, അങ്ങനെ പുസ്തകങ്ങളല്ല, പ്രത്യേകിച്ച് ചരിത്ര പുസ്തകങ്ങളൊന്നുമില്ല. പക്ഷെ അവിടുത്തെ പുസ്തകങ്ങളല്ല, അവിടുത്തെ വാമൊഴി വരുന്ന കഥകളാണ്. വാമൊഴി കഥകളും വാമൊഴി നാടൻ പാട്ടുകൾ, അത് ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. പക്ഷെ ആ പാട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. എനിക്ക് അവർക്ക് അതിൻ്റെ സൗന്ദര്യം അറിയില്ലാതെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ല, അതവർ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ അത് പാട്ടാണെന്ന് പോലും ചിലപ്പോൾ അവർ തിരിച്ചറിയുന്നില്ല. അടുത്ത് അൻവർ അലി ഈ ലക്ഷദ്വീപ് പാട്ടുകളെ കുറിച്ചുള്ള ഒരു പഠനം സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യം, അതിൽ പ്രയോഗിച്ചിട്ടുള്ള ഈ ഉപമകളും ഈ ഉദാഹരണങ്ങളൊക്കെ വളരെ മികച്ച രീതിയിലാണ്. തീർച്ചയായും ഇപ്പോൾ അടുത്ത കാലത്താണ് ലക്ഷദ്വീപ് എന്നുള്ള പാട്ടുകാർ കേരളത്തിൽ വന്നിട്ട് പാടാൻ തുടങ്ങി. ഇപ്പൊ പുള്ളിപ്പറവ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് സുഹൃത്തുക്കളാണ്. അവരൊക്കെ ലക്ഷദ്വീപിന്റെ പാട്ടുകൾ പാടുന്നുണ്ട്. ഇപ്പോൾ ദിറാറിന്റെ പാട്ട് ലക്ഷദ്വീപിന്റെ പാട്ടല്ല, ലക്ഷദ്വീപുകാരനായിട്ട് ആൾ പാടുമ്പോൾ സൗന്ദര്യമുണ്ട്. അത് അവിടെ ഉള്ളിൽ ഈ ഒരു പിന്നെ പാട്ടും ആ കൾച്ചർ ഉള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പാട്ടിനപ്പുറം അവിടുത്തെ സാഹിത്യ രചനകൾക്ക് സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ് ഈ പുതിയ കാലത്ത്. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഒരുപാട് എഴുത്തുകാർ, യുവ എഴുത്തുകാർ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ ഒരു പ്രകാശനം, നമ്മളൊരു സുഹൃത്ത് ഹസൂരിയ ഖാൻ എന്ന് പറഞ്ഞ ഒരു ദ്വീപിലുള്ള എഴുത്തുകാരി, കഴിഞ്ഞ ദിവസം കൗസർ ബീഗം എന്ന് പറഞ്ഞൊരു പെൺകുട്ടി സ്വന്തമായിട്ട് കഥ എഴുതി, നോവൽ എഴുതി അവർ പ്രസിദ്ധീകരിച്ചു. എനിക്ക് തോന്നുന്നു അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്ത ഒരു പ്രശ്നമുണ്ട് ഈ ദ്വീപിൽ. എനിക്ക് തോന്നുന്നത് അതിൻ്റെ സാഹചര്യക്കുറവുകൊണ്ടായിരിക്കാം. പക്ഷെ അങ്ങനത്തെ ആളുകൾ വരുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ ഈ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ള ഒരു ആത്മവിശ്വാസം വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇതെങ്ങനെ എവിടെ കൊണ്ടു കൊടുക്കുന്ന അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇതെന്ത് ചെയ്യണം എന്നറിയാത്ത ആളുകൾ. അങ്ങനത്തെ ആളുകൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് മുന്നേറി വരുന്നുണ്ട്. എഴുത്തുകാർക്ക് ഭാഷ ഒരു പരിമിതിയായിട്ട് തോന്നാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ലക്ഷദ്വീപിൻ്റെ ഭാഷ, ഇപ്പോൾ ലക്ഷദ്വീപിൻ്റെ നോവൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കോലോടത്തിൽ ലക്ഷദ്വീപിൻ്റെ ഭാഷയും അതിലുള്ള അവിടുത്തെ ഒരു ജസരി ഭാഷ, ആ ഭാഷയും അതേപോലെ തന്നെ സംസാരത്തിലും അതൊക്കെ കൂടുതൽ കടന്നു വരുന്നുണ്ട്. പ്രാദേശിക ഭാഷകളുടെ സാധ്യതകളുണ്ട് പുതിയ കാലത്ത്. ആ സാധ്യതകളെ ഈ നോവലിൽ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അതിന് ഒന്നാമത്തെ കാരണം എന്താ അറിയോ? ഈ നാടൻ ഭാഷ എന്ന് പറയുന്നത് സംസാര ഭാഷയാണ്. ജസരി എന്ന് പറയുന്നത് അത് മലയാളത്തിലാക്കുമ്പോഴൊരു പ്രശ്നമുണ്ട്. നേരെ മറിച്ച് ജസരി എന്ന് പറയുന്ന ഭാഷയ്ക്ക് ലിപി ഉണ്ടായിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. ജസരി ഇപ്പം മഹൽ ഭാഷയ്ക്ക് ദുവേദി എന്ന് പറയുന്നത്, മിനിക്കോയ് മാൽദീവ്സുള്ള ഭാഷയാണ് മഹൽ ഭാഷ. അത് മിനിക്കോയിലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം മിനിക്കോയാണ്. അവർക്ക് സ്വന്തമായിട്ട് ലിപി ഉണ്ട്. ഒരു അറബി പോലുള്ള വാക്കുകളൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള, കേൾക്കാൻ നല്ല രസമുണ്ട് അത് കേൾക്കാൻ. അവർക്ക് ലിപി ഉണ്ട്, അവർക്ക് ഭാഷ, സംസാര രീതി തന്നെ വ്യത്യാസമുണ്ട്. നമുക്ക് ഹിന്ദി പോലെ ടച്ച് വരുന്നൊരു ഭാഷയാണ് അവരത്. അതുപോലെ ഒരു ലിപി ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ജസരിക്കുണ്ട്. ഷോർ വാട്ടുവരാ, ഞാനീ പറയുന്നത് എൻ്റെ ദ്വീപിൽ, ആന്ധ്രോത്തെ ദ്വീപിലെ രീതിയാണ്. ചിലപ്പോൾ മാറ്റണമെന്ന് അറിയില്ല. ഇപ്പോൾ വേറൊരു ദ്വീപിൽ പോയാൽ വേറെ രീതിയിലായിരിക്കും ചോദിക്കുക. അപ്പോൾ പല ദ്വീപിലും 11 ദ്വീപിലും 11 രീതിയിലുള്ള ശൈലികൾ വരുമ്പം ഈ ലിപി ഇല്ലാത്തത് അത് ശരിക്കും എഫക്റ്റ് ചെയ്യും.
അത് അവരുടെ ഭാഷ. ഞാൻ ചോറ് ബാട്ടുവേന എന്ന് ചോദിക്കാൻ നിങ്ങൾ ചോറ് കഴിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് അതുപോലെ മലയാളത്തിലാക്കുമ്പോൾ അത് വായനക്കാരന് മനസ്സിലാകാത്തൊരു പ്രശ്നം വരും. അപ്പോൾ അത് ഈ സാധ്യതകൾ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം വായന മുന്നോട്ട് പലപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഒരു വായനക്കാരന് എങ്ങനെയാണോ വായിക്കുന്നത് അതുപോലെ എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഓരോ വരി എഴുതുമ്പോഴും ഇത് വായനക്കാരൻ ഏത് രീതിയിൽ വായിക്കും, അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് വായിക്കുന്ന സുഖമുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. ഇതുപോലെ ഓരോ വായനക്കാരനും ഓരോ എഴുത്തുകാരനും ദ്വീപിലുള്ള എഴുത്തുകാരനും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ദ്വീപിലുള്ള ജീവിതം നമുക്ക് കേരളത്തിന് പുറത്തെത്തിക്കാൻ പറ്റും. കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ നോവൽ എഴുതുമ്പോൾ അവിടുത്തെ ഭാഷ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി തീവ്രമായിട്ട് ആ അനുഭവത്തെ പ്രതിഫലിപ്പിക്കാൻ പലർക്കും കഴിയും. അതുകൊണ്ടായിരിക്കും ആളുകൾ അങ്ങനെ ഉപയോഗിക്കുന്നത്. ഇതിന്റെ പരിമിതി, ഇങ്ങനെ ഒരു പരിമിതി ഉണ്ട്. ആ പരിമിതിയെ മറികടക്കാനുള്ള സാധ്യത കൂടി എഴുത്തിൽ വരണം അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ ലക്ഷദ്വീപിന്റെ ഒരു കലാ സാംസ്കാരിക സാഹചര്യം കുറച്ചും കൂടി മലയാളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അതിന് ഈ ഇത്തരം എഴുത്തുകളുടെ ഈ സാധ്യതകൾ കൂടി അവിടെയുള്ള എഴുത്തുകാർ പരിഗണിക്കണമെന്നാണ് പറയാനുള്ളത്. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമ്മളുടെ എഴുത്തുകൾ പുറം ലോകത്തെത്തണം, നമ്മുടെ അനുഭവങ്ങൾ, ദ്വീപിലുള്ള അനുഭവങ്ങൾ പുറം ലോകത്തെത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എഴുത്തുകാരന് ഇത് ആർക്ക് വേണ്ടി എഴുതുന്നു എന്നുള്ളൊരു, ഇപ്പോൾ ലക്ഷദ്വീപുള്ള ആളുകൾക്ക് വേണ്ടി എഴുതുന്ന ഒരു കൃതിക്ക് മലയാളം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഭാഷ മതി പുറത്ത് വായിക്കപ്പെടുന്നതിന്. പക്ഷെ അതിൻ്റെ ഒരു പരിമിതി, അതിനൊരു വിവർത്തന ഗ്രന്ഥത്തിൻ്റെ ഒരു പോലത്തെ ഒരു സംഗതി. കാരണം അവിടെ എഴുതുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് അനുഭവപ്പെടുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ എഴുതാത്തത്. പക്ഷേ അതിന് വായനക്കാരന് ആ സാധ്യതകൾ അടഞ്ഞു പോകണം. പുതിയ വായനക്കാർ വരുമ്പോൾ ഇത് മുന്നോട്ട് പോകുന്നില്ലല്ലോ എന്ന് തോന്നലുണ്ടാവുന്ന സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലക്ഷദ്വീപിൽ നടത്തുന്ന 200 കൊല്ലം മുമ്പ് നടന്നൊരു സംഭവം, ആ സംഭവത്തിനെ മലയാളത്തിൽ നോവലായിട്ട് ആവിഷ്കരിക്കുമ്പോൾ മലയാളത്തിലെ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രസക്തി എന്താണ്? ഏതൊരു നോവലോ ഏതൊരു പുസ്തകം എഴുതുമ്പോൾ വായനക്കാരന് എന്തെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. വെറുതെ വായിച്ച് പോയിട്ട് അത് മടക്കി വെച്ചാൽ പോരാ, അത് വായിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തങ്ങി നിൽക്കണം. അത്തരത്തിലുള്ളൊരു എഴുത്താവണം എൻ്റെ ഒന്ന് പ്രത്യേക ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് എൻ്റെ ആദ്യത്തെ നോവലായിട്ട് യൂഫ്രട്ടീസിൻ്റെ കണ്ണുനീര് എന്ന് പറയുന്നത് മലയാളത്തിൽ വളരെ കുറഞ്ഞ രീതിയിൽ വന്നിട്ട് ചർച്ച ചെയ്യപ്പെട്ടുള്ള വിവർത്തന പുസ്തകങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്, മലയാളത്തിൽ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ ആമീനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഞാൻ അതുപോലെ തന്നെ ചിന്തിച്ച് എൻ്റെ വായനക്കാരന് എന്നിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം, അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ പുസ്തകം ഇതുപോലെ തന്നെ എഴുതി കൊണ്ടുവന്നത്. നമ്മൾക്കിടയിൽ ജീവിച്ച് മരിച്ചുപോയ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. ഇപ്പം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് മായ്ച്ച് ചരിത്രം മാറ്റുന്നൊരു കാലഘട്ടമാണ്. ഇപ്പോൾ ചരിത്രം മറന്നുപോലല്ല, ചരിത്രം വേണ്ട, പുതിയ ചരിത്രം സൃഷ്ടിക്കപ്പെടുന്ന കാലഘട്ടം. ഒരുപാട് ആളുകൾ ത്യാഗം ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി, നമ്മളെ സ്വന്തം ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ത്യാഗം ചെയ്ത കുറേ ആളുകളുണ്ട്. ഈ ആളുകളൊക്കെ സ്വയം വേണ്ട, അവരൊന്നും വേണ്ട എന്ന് ചരിത്രം പറയുമ്പോൾ നമ്മളിലൂടെ, എൻ്റെ എഴുത്തിലൂടെ അതല്ല, നിങ്ങളെത്ര മായ്ച്ചാലും നിങ്ങളെത്ര ഇല്ലായ്മ ചെയ്താലും ഇത് വീണ്ടും വീണ്ടും ജനങ്ങൾക്ക് മുമ്പ് തുറന്നു കാട്ടപ്പെടണം എന്നുള്ളതാണ് എൻ്റെ. ലക്ഷദ്വീപിലെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോരാട്ട നായികയായിട്ടാണ്, ഒരു ഝാൻസി റാണിയായിട്ടാണ് അവതരിപ്പിക്കുന്ന ഈ നോവൽ എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിലൂടെ ചരിത്രം പരിശോധിക്കാത്ത അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാത്ത ലക്ഷദ്വീപിൻ്റെ പോരാട്ട കാലം കൂടി ഇതിലൂടെ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി. തീർച്ചയായിട്ടും. അത് ഇതിനകത്ത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. കേരളത്തിൻ്റെതാവട്ടെ ലക്ഷദ്വീപിൻ്റെ ആവട്ടെ, ഈ ഉറങ്ങിക്കിടക്കുന്ന ഈ ലക്ഷദ്വീപിൻ്റെ കഥ പറയുമ്പോഴും അത് കേരളവുമായി ബന്ധപ്പെട്ട് കിടക്കുക. കാരണം കണ്ണൂർ ഭരണകൂടാണ് ലക്ഷദ്വീപിൻ്റെ അധികാരം കൈകൊണ്ട് മുന്നോട്ട് പോകുന്നത്. കൂടുതലും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പം തമിഴ്നാടുമായി ബന്ധപ്പെട്ട മംഗലാപുരം ഏരിയയിലേക്കാണെങ്കിലും, പക്ഷേ കണ്ണൂരും അതേപോലെ തന്നെ കോഴിക്കോടായിട്ട് ലക്ഷദ്വീപുകാർക്ക് കൂടുതൽ കണക്ഷനുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ രക്ഷപ്പെട്ടു വരുന്ന ആളും കേരളത്തിലേക്കാണ് കടന്നു വരുന്നത്. ഇപ്പൊ കേരളത്തിന്റെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി ഈ പുസ്തകത്തിൽ നോവലിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു അധിനിവേശ കാലഘട്ടം ഈ നോവലിൽ കടന്നു വരുന്നുണ്ട്. അപ്പൊ ആ നിലക്ക് ഇതിന്റെ വായന സാധ്യതകൾ ഉണ്ട്. പക്ഷെ ഒരു വായനക്കാരൻ എന്നുള്ള നിലക്ക് അങ്ങനെ ചില സംശയങ്ങൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഞാൻ ചോദിക്കുന്നത്, ലക്ഷദ്വീപിലെ ആളുകൾ ഈ നോവലിനെ എങ്ങനെയാണ്
സ്വീകരിച്ചിട്ടുണ്ട്? ഞാൻ ഈ നോവൽ ലക്ഷദ്വീപുകാർക്ക് എഴുതിയ നോവലല്ല. ഇത് കേരളത്തിലുള്ള ആളുകൾക്ക് ലക്ഷദ്വീപ് എന്തായിരുന്നു, എങ്ങനെയാണ് ലക്ഷദ്വീപ് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതിയത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ദ്വീപുകാർ ഇത് വായിക്കോ ഇല്ലേ എന്ന് പോലും എനിക്ക് പേടിയായിരുന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 100 കോപ്പിക്കടുത്ത് ഞാൻ ദ്വീപിലേക്ക് മാത്രം ഇപ്പോൾ അയച്ചു വെച്ചു പുസ്തകം. കാരണം അത്രയും വായനക്കാരുണ്ടോ, ഞാൻ എല്ലാവരോടും പറയും ദ്വീപുകാർ വായിക്കാറില്ല, അങ്ങനത്തെ ഒരു ധാരണ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ 100 കോപ്പി ഞാൻ ദ്വീപിലേക്ക് മാത്രം ഓർഡർ വന്നിട്ട് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ എനിക്ക് ഓർഡർ വന്നിട്ട് ഞാൻ ഓരോരുത്തർക്ക് ഒരു ദിവസം 30-40 പുസ്തകം മാത്രം ഞാനും എൻ്റെ മോനും കൂടെ പാക്ക് ചെയ്തിട്ട് കോഴിക്കോട് മറ്റേ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അയച്ചിട്ടുണ്ട്. ഒരു ദിവസം ഫസ്റ്റ് ദിവസം തന്നെ 40 കോപ്പിയാണ് ഞാൻ അയച്ചത്. ഇതൊക്കെ ദ്വീപിലേക്ക് മാത്രം. അപ്പോൾ ദ്വീപുകാർ വായിക്കുന്നുണ്ട്, അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, നമുക്കറിയില്ല എന്ന് മാത്രം. അവരുടെ ഇടയിൽ നമ്മൾ ഈ വായനക്കാർക്കിടയിൽ ഒരു പക്ഷെ ഞാൻ എത്താത്തത് കൊണ്ട് അവർ തെറ്റിദ്ധാരണയ്ക്ക് വന്നത്. അവർ നല്ല വായനക്കാരുണ്ട്, എന്നെ വളരെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കും, കൂടെ ചേർത്ത് നിർത്തുകയും ചെയ്തു. അപ്പോൾ അടുത്ത് എനിക്ക് അത്ഭുതം തോന്നിയത് ഈ CG പൂക്കോയ എന്ന് പറയുന്നൊരു ചരിത്രകാരനുണ്ട്, ഡോക്ടർ CG പൂക്കോയ, കൽപ്പേനിയുള്ള അദ്ദേഹം ഈ കൽപ്പേനി ദ്വീപിൻ്റെ ചരിത്രം എഴുതിയ വ്യക്തിയാണ്. ആമസോണിൽ ബുക്ക് സ്റ്റാളൊക്കെ ഇംഗ്ലീഷിൽ ആ കൽപ്പേനി ദ്വീപിൻ്റെ ചരിത്രം അദ്ദേഹം എന്നെ നേരിട്ട് വിളിച്ചു. മിഹ്റാജെ നോവൽ വായിച്ചു, വളരെ നന്നായിട്ടുണ്ട്, ചരിത്രമൊക്കെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഭാവാത്മകമായിട്ടുള്ള നോവൽ കൂടെ ആയതുകൊണ്ട് ചില ചരിത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ തൻ്റെ ഭാവനയും കൂടി ഉൾക്കൊണ്ടതുകൊണ്ട് എനിക്കതിൽ പ്രത്യേകിച്ച് ഒന്നും പറയില്ല, ഗംഭീരമായിട്ടുണ്ട്. ഈ നോവൽ എന്നെ തൃപ്തിപ്പെടുത്തി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് മറ്റെവിടുന്നും എന്തൊരു അംഗീകാരത്തെക്കാൾ കൂടുതൽ അത് വലിയൊരു അംഗീകാരമായിട്ട് തോന്നി. കാരണം ഇതൊരു ചരിത്രകാരൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ദ്വീപുകാർക്ക് ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമാണ്. കാരണം അവരുടെ ഇടയിലല്ലാത്ത ഒരാളാണ് ഞാൻ. എന്നിട്ട് അവർക്ക് ഈ ഇത്രത്തോളം പുസ്തകം പോയത് ആളുകൾ വായനയിലൂടെ നല്ലതാണ് പല ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്തിട്ടാണ് എന്നെ വിളിച്ച് ഓർഡർ ചെയ്യുന്നത്. ഈ ചോദിച്ച ആളുകളും ഈ പുസ്തകം അയച്ച ആളുകൾ ഇപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഈ നോവൽ തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ശരിക്ക് ഈ ബി കുഞ്ഞിയുടെ യാത്രയാണ്. തീർച്ചയായിട്ടും യാത്രയാണ്. കാരണം ബി കുഞ്ഞി കടലിലൂടെ യാത്ര ചെയ്യുന്നതാണ് നമ്മൾ നോവൽ തുടങ്ങുന്നത്. പിന്നെ ഓർമ്മകളിലൂടെയും ഒക്കെയാണ് നമ്മൾ പഴയ കഥകളും അല്ലെങ്കിൽ പഴയ സംഭവങ്ങളൊക്കെ വിവരിക്കുന്നത്. സത്യത്തിൽ ഈ നോവൽ വായിക്കുമ്പോൾ നമ്മൾ ഒരു വിജനമായ അല്ലെങ്കിൽ കടലിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യൻ ഒരു തോണിയിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് രക്ഷപ്പെടുമോ എന്ന് പോലും അറിയാതെ, അതിൻ്റെ ഒരു പ്രതീക്ഷ പോലും ഇല്ലാത്തൊരു പെൺകുട്ടി ഇങ്ങനെ ഒരു തോണിയിൽ കടലിൽ കിടക്കുകയാണ്. അപ്പോൾ അവരുടെ ഓർമ്മകളിലൂടെയാണ് നമ്മൾ നോവൽ പറയുന്നത്. പിന്നെ അവർ രക്ഷപ്പെട്ടു പോകുന്ന, പക്ഷേ അങ്ങനെ ആ വായിക്കുമ്പോൾ അതിനകത്ത് നമ്മളും ആ തോണിയിൽ ഇരുന്നിട്ട് ആ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള അതിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ആശങ്ക, അങ്ങനെ ഒരു വിഹ്വലത, ഒരു വേദനയോട് കൂടിയിട്ടാണ് ഈ നോവൽ വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കടലിൽ വിജനമായ എന്ന് വെച്ചാൽ ആളില്ലാത്ത അന്നത്തെ, ഇപ്പോൾ ഇന്ന് കപ്പലുകളും തോണികളും ബോട്ടുകളൊക്കെ ഇഷ്ടം പോലെ കടലിൽ പല നിലക്ക് ഈ യാത്രയുടെ മാത്രമല്ല ഈ മീൻ പിടിക്കാനും മറ്റൊക്കെ. അന്ന് ഓടങ്ങൾ ഇത് വല്ലപ്പോഴും വരുന്ന ഒരു ഓടം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ പലപ്പോഴും ഇവള് വിഭ്രാന്തിയിൽ സ്വപ്നം കാണുന്നവരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഈ കടലിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യൻ ഈ വേദനകളെ ഉൾക്കൊള്ളുന്ന പോലെ ഈ നോവല് വായിക്കാൻ പറ്റുന്നുണ്ട്. ഈ കടലിനെ ഇങ്ങനെ അവതരിപ്പിക്കാൻ സാധിച്ചത് എങ്ങനെയാണ്? കടൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത് യാത്ര ചെയ്യാന്നുള്ളതാണ്. ഈ ഞാൻ ലക്ഷദ്വീപിൽ നിന്ന് ഇങ്ങോട്ട് വന്നു അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ യാത്ര, എൻ്റെ യാത്രകളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര കപ്പൽ യാത്രയാണ്. അധികം ആളുകൾക്ക് ഇഷ്ടമല്ല, എൻ്റെ ഭാര്യ കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല. എങ്ങനെയെങ്കിലും ദ്വീപ് എത്തിയാൽ മതി എന്നുള്ള ചിന്താഗതിയാണ്. ഞാനൊരു ദിവസം പല സമയത്ത് ഡയറക്റ്റ് ഷിപ്പ് ഉണ്ടെങ്കിൽ പോലും 4 ദിവസം ചുറ്റിപ്പോയിട്ടുള്ള കണക്ഷൻ ഈ കപ്പലിൽ ഞാൻ പോകും. എന്നിട്ട് മെയിൻ ഹോബി എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് പുറത്ത് പോയി നിന്നിട്ട് ബാക്കിൽ രാത്രി 2 മണിക്ക് കപ്പലിൻ്റെ ഏറ്റവും പിന്നിൽ പോയി നിന്നിട്ട് ബാക്കിലേക്ക് നോക്കിയിരിക്കണം. കപ്പലിൻ്റെ ഏറ്റവും പിന്നിൽ നിന്നിട്ട് നമ്മൾക്ക് വരാത്ത എല്ലാ ചിന്തകളും മറ്റൊരു ലഹരിയും വേണ്ട, അവിടെ നിന്ന് ഞാൻ നമ്മളെ ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് വരും. എന്തുകൊണ്ട് എന്നെ സഹായിച്ച ഈ യാത്രകളൊക്കെ, ഈ കപ്പൽ യാത്രകളൊക്കെ എൻ്റെ ഈ ബീക്കുഞ്ഞിയെ, കടലിലൂടെ ഒറ്റപ്പെട്ടു പോകുന്ന ബീക്കുഞ്ഞിയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഓർമ്മകൾ അങ്ങനെ വന്നുകൊടുക്കും. കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടൊരു തോണിയിൽ ഒറ്റപ്പെട്ടു പോയാൽ എങ്ങനെയാണോ, നമ്മളാണ് ആ എഴുത്തുകാരനായ ഞാൻ തന്നെയാണ് ആ ബീക്കുഞ്ഞി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയില്ല. കാരണം ഞാൻ ഒറ്റപ്പെട്ടു പോയാൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നെൻ്റെ ചിന്തയിൽ നിന്നാണ് ഈ ബീക്കുഞ്ഞിയുടെ യാത്ര മുഴുവൻ. പിന്നെ ബീക്കുഞ്ഞി കേരളത്തിലെത്തുന്നു, കേരളത്തിൽ വയനാട് മാനന്തവാടിയിലേക്ക് പോകാൻ നോക്കുന്നു. ഇതൊക്കെ യാത്രയാണ്, കാട്ടിലൂടെയുള്ള യാത്ര.
ഒരുപക്ഷെ എൻ്റെ ഈ ഒറ്റയ്ക്കുള്ള യാത്ര ലക്ഷദ്വീപിലുള്ള ആളുകൾ ബി കുഞ്ഞിയുടെ ചരിത്രം വായിക്കുമ്പോൾ അവരുടെയൊക്കെ ഉള്ളിലുള്ളൊരു ആഗ്രഹമായിരിക്കും ബി കുഞ്ഞി രക്ഷപ്പെട്ടു പോയി, അങ്ങനെ ഒരു സ്വപ്നം അവർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം കൂടിയാണ് ശരിക്കും ഈ നോവൽ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഈ ബി കുഞ്ഞിയുടെ ഈ വലിയല്ലം എന്ന് പറയുന്ന കുടുംബം ഇന്നും പല ദ്വീപുകളിലും കാണാം. കവരത്തി ദ്വീപിൽ, അതുപോലെ തന്നെ അഗത്തി ദ്വീപിൽ, പല ദ്വീപുകളിലും ഉണ്ട്. അവരെ താവയിൽ പോയി അന്വേഷിച്ചപ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അവരുടെ ബി കുഞ്ഞിയുടെ കുടുംബത്തെ തകർത്ത ആ കുടുംബത്തിലുള്ള അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഒന്ന് ഓർത്തു വെക്കുക. വലിയ ഇല്ലത്തിലുള്ള ആ കുടുംബങ്ങളുടെ ഞങ്ങളുടെ തലമുറയെ ഇത്രയും ക്രൂരമായി കൊല ചെയ്യപ്പെട്ട് ഒരു നീതി കിട്ടിയോ എന്ന് അവർ ചിന്തിക്കും. ഏതൊരു ലക്ഷദ്വീപുകാരനും അത് വല്ലാത്തൊരു വേദനയോടുകൂടി ഓർക്കുന്ന കഥയാണ്. ഒരു ദ്വീപിലുള്ള കുടുംബത്തെ മൊത്തം ഭരണകൂടം അടിച്ചു കൊല്ലും. എന്തിന്? ജനങ്ങളെ സപ്പോർട്ട് ചെയ്തതിൽ, സ്വന്തം ജനതയെ ഉറ്റുകൊടുക്കാത്തതിന് ആ ഒരു വേദന, ആ വേദന ഇനി ഈ ബി കുഞ്ഞി എന്ന ഈ നോവലിലൂടെ ഇല്ലാണ്ടാക്കണം. അതുമാത്രമായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അപ്പം ഈ വലിയ ഇല്ലത്ത് കവർച്ച നടത്തിയ അക്രമകാരിയായിട്ടുള്ള ആബിദിനെയും അവർ ഭരണകൂടത്തിനെയും ബി കുഞ്ഞി എന്ന പെൺകുട്ടി തിരിച്ചു വന്ന് പ്രതികാരം ചെയ്യുക എന്നുള്ള ഒരു ചിന്തയാണ്. എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ബി കുഞ്ഞ്. അധിനിവേശ ശക്തികളുടെ ഒരു പ്രതിനിധിയാണ് ആമീൻ എന്ന് പറയുന്നത്. ആമീൻ അവിടുത്തെ ഭരണം നടത്തുന്നതാണ്. അത് ആമീൻ ജഡ്ജാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷവും സത്യത്തിലെ ലക്ഷദ്വീപിൽ ഇത്തരം ആമീനുകളല്ലേ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ലക്ഷദ്വീപിനെ സംബന്ധിച്ച് ഇപ്പോഴും ഭരണകൂട ഭീകരത എന്ന് തുറന്നു പറയില്ല, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ സാഹചര്യം ജനങ്ങളെ കൂടുതൽ വേദനിപ്പിക്കുക. നിങ്ങൾ ഇവിടുന്ന് പോകണ്ട, ഞങ്ങൾക്ക് എല്ലാ സൗകര്യം ഏർപ്പാടാക്കി തരാം, പക്ഷെ നിങ്ങളിട്ട് പോകും പറയാതെ പറയുന്ന ഒരു ഭീകരത അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപിനെ സംബന്ധിച്ച് ഈ കഥ നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യമായിട്ട് ബന്ധപ്പെടുത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അത് തന്നെയാണ്. അതായത് വായിച്ചപ്പോൾ ഞാൻ അതാണ് ആലോചിച്ചത്. കാരണം 200 കൊല്ലം മുമ്പുള്ള ലക്ഷദ്വീപിൻ്റെ ജീവിത സാഹചര്യത്തിൽ നിന്ന് ഇപ്പോഴും ഒരു മാറ്റമില്ല. അതിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു 200 കൊല്ലം മുമ്പുള്ള ഒരു സാമൂഹിക അവസ്ഥയിൽ വളരെ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്നാണ്. കാരണം ഇപ്പോഴും ആമീനുകളാണ്, സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ടുള്ള ആമീനുകളാണ് ഇപ്പോഴും ഭരണം നടത്തിക്കൊണ്ടിരിക്കുക. അന്ന് മനുഷ്യർ അനുഭവിച്ചതിനേക്കാൾ വലിയ പീഡനങ്ങൾ അത് ആദ്യകാലത്ത് അന്ന് ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ അറക്കൽ രാജവംശത്തിൻ്റെ പ്രതിനിധികളൊക്കെ വളരെ ശക്തമായ രീതിയിൽ പ്രകടമായ രീതിയിലാണ്. ഇന്ന് പ്രകടമായ രീതിയിലല്ല, ഒരു മാറ്റമുണ്ട്. പക്ഷേ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭീതിയിലാണ്, അവരുടെ വളരെ ആശങ്കയിലാണ്, അവർ മാനസികമായിട്ട് വളരെയധികം സംഘർഷം അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും. അതിനെന്താ അറിയോ, ഇതിനെതിരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതികരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അത് ഈ നോവൽ വായിച്ചാൽ തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവർ പ്രതികരിക്കാൻ പറ്റാത്തത്. കാരണം ഈ ദ്വീപിൽ നിന്നുള്ള ചില പുഴുക്കുത്തുകളുണ്ട്. ഇതിൽ തന്നെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നോവൽ തന്നെ പറയുന്നുണ്ട്, ഈ വലിയ ഇല്ലത്ത് അക്രമം നടത്തുന്നതിൽ ബ്രിട്ടീഷുകാരോടൊന്നിച്ച് അറക്കൽ വരേണ്ടത് ബ്രിട്ടീഷുകാരോടൊന്നിച്ച് പോയത് നാട്ടിലെ ചില ആളുകൾ സാമ്പത്തികമായും മറ്റൊക്കെ ചൂഷണം ചെയ്യാവുന്ന ചില ആളുകൾ, അതിന് ആത്മീയത ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ആത്മീയതയുടെ മറവില് ചൂഷണം ചെയ്യും. അത് ആ ചരിത്രത്തിൽ പോലും വായിച്ചാലും മനസ്സിലാവും. അതിൻ്റെ ഒരു കോട്ടിങ് എങ്ങനെയാണ്, അറക്കൽ ഭരണകൂടത്തിലുള്ള പടയാളികൾ ആയുധങ്ങളുമായിട്ട് വന്ന സമയത്ത് അവരുടെ കൂടെ സ്വന്തം നാട്ടിലുള്ള യുവാക്കളും ചേർന്നു. അങ്ങനെ ചരിത്രത്തിലുണ്ട്. അതാണ്. അപ്പോൾ എത്രത്തോളം ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ദ്വീപിലുള്ള ആളുകൾ പെട്ട ചിലവർ തന്നെ ദ്വീപുകാരെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നുണ്ട്. നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതി വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയുണ്ട്. നമുക്ക് വേറെ നിവൃത്തിയില്ല, ഇനിയിപ്പോൾ ഇങ്ങനെ ജീവിച്ച് പോകാം എന്നുള്ളൊരു നിസ്സഹായാവസ്ഥയിൽ നിന്നുണ്ടാവുന്ന അവരെ പിടിച്ചു നിൽക്കാൻ, മുന്നോട്ട് പോകാൻ വേണ്ടി പോകുന്ന കുറേ ആളുകളുണ്ട്. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, വേറെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ 200 വർഷം മുമ്പ് എങ്ങനെയായിരുന്നോ ദ്വീപുകാരുടെ ജീവിത സാഹചര്യം, അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ഞാൻ എഴുതിയിട്ടുള്ള ഈ നോവലും ഇന്നത്തെ കാലഘട്ടം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും പുസ്തകം കുറഞ്ഞ ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് 2ാം പതിപ്പിലെത്തിയിരിക്കുന്നു. പുസ്തകം കൂടുതൽ വായിക്കപ്പെടട്ടെ. സന്തോഷം. ഇനിയും നല്ല രചനകൾ നടത്താനുള്ള സൗഭാഗ്യം, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. വലൈക്കും അസ്സലാം.